35 വയസ്സുള്ള ഒരു യുവാവ് 3000 പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു. 3000 സ്ത്രീകളൊക്കെ എങ്ങനെ പീഡിപ്പിക്കാനാ? പക്ഷെ സംഗതി സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ 3000 സ്ത്രീകളെ പീഡിപ്പിക്കണമെങ്കിൽ ഒരു ദിവസം ഒരു സ്ത്രീയെ വെച്ച് പീഡിപ്പിക്കുകയാണെങ്കിൽ തന്നെ 10 വർഷം വേണം ഈ 3000 സ്ത്രീകളെ അയാൾ പീഡിപ്പിക്കാൻ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവില്ല, പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തിനാ ശരിക്കും ജീവിക്കുന്നത് എന്ന് ചോദിച്ച് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ജീവിക്കാൻ പണം വേണം. ഇവിടെ കുറെ സിസ്റ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറുപ്പമായ ഇങ്ങനെ ചെയ്യണം, 10ാം ക്ലാസ് വരെ ഇങ്ങനെ പഠിക്കണം, അത് കഴിഞ്ഞാൽ +2, അത് കഴിഞ്ഞാൽ ഡിഗ്രി, അത് കഴിഞ്ഞാൽ PG, അത് കഴിഞ്ഞാൽ ജോലി. ഇങ്ങനെ ഒരു ലൂപ്പ് ഹോളിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. ഇതൊരു സിസ്റ്റം ആരോ ഉണ്ടാക്കി വെച്ചോ, നമ്മൾ അതൊക്കെ ജീവിച്ചങ്ങനെ തീർക്കണു. പക്ഷെ നിങ്ങളുടെ കയ്യിൽ കുമിഞ്ഞു കൂടുന്ന പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഈ സിസ്റ്റം ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പണം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അധികാരവും വരും. ആ അധികാരം, അപ്പോൾ ഈ പണവും അധികാരവും ഒരുമിച്ച് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തും ആവാം. എല്ലാം നിങ്ങളുടെ കാൽ കീഴിലാണ്. HD ദേവഗൗഡ പഴയ കർണാടക മുഖ്യമന്ത്രിയും ഇടകാലത്ത് പ്രധാനമന്ത്രിയും ഒക്കെയായ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു, HD കുമാരസ്വാമി. അദ്ദേഹവും കർണാടകയിലെ അത്യാവശ്യം മന്ത്രിയൊക്കെ ആയിരുന്നു, മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു, നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു, പ്രജ്വൽ രവാണ. 2024 വരെ കർണാടകയിലെ MP ആയിരുന്നു. അധികാരം ജനറേഷനായിട്ട് കിട്ടിയതും കൊണ്ടും പണം ഉള്ളതും കൊണ്ടും ഒന്നും പേടിക്കാനുണ്ടായിരുന്നില്ല. നല്ല സുഖലോലുപമായ ജീവിതമായിരുന്നു. അധികാരം കൊണ്ടും പണം കൊണ്ടും 2024 വരെ MP ആയിട്ട് നിന്നു. ലോകസഭയിലെ MP ആയിട്ട് നന്നായിട്ട് തന്നെ നിന്നാണ്. പക്ഷെ 2024 ഇലക്ഷനിൽ നല്ല രീതിയിൽ തന്നെ ഇദ്ദേഹം പൊട്ടി. ഇദ്ദേഹത്തിന്റെ വിനോദം എന്താ വെച്ചാൽ കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ ഇദ്ദേഹം സംസാരിച്ച് വലയിലാക്കി പീഡിപ്പിച്ച് അവരുടെ വീഡിയോസൊക്കെ മൊബൈലിൽ പകർത്തിയിട്ട് അത് കണ്ട് രസിക്കലായിരുന്നു ഈ ചങ്ങാതിയുടെ ഒരു ഹോബി. അങ്ങനെ ഡെയിലി ഈ ചങ്ങാതി ഇതിങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടേയിരുന്നാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒപ്പം തന്നെ വീട്ടിലെ 45 വയസ്സായ വേലക്കാരിനെയും ഇയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ഇയാളുടെ തന്തയായ കുമാരസ്വാമിയും ഇയാളും കൂടി ഒരുമിച്ച് ചേർന്നത്ര ഈ വേലക്കാരിയെ പീഡിപ്പിച്ചത് എന്നാണ് അവർ കൊടുത്ത മൊഴി. ഇവർ മൊഴി കൊടുത്ത എങ്ങനെ ഇവർക്കെതിരെ കേസെടുക്കാൻ പറ്റും? അതിന് തെളിവ് വേണ്ടേ? ആരും ഇവർക്കെതിരെ തെളിവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അധികാരമുണ്ട്, പണമുണ്ട്. അവർ വിചാരിച്ച എന്തും നടക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു സ്ത്രീയും ഒന്നും മിണ്ടിയില്ല. എന്തിന്? അവർ താമസിച്ചിരുന്ന ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം അവർ പീഡിപ്പിച്ചു. അവരടക്കം ഒരു സ്ത്രീയായിട്ട് ഒന്നും മിണ്ടിയില്ല. ഇതൊക്കെ ഈ 3000 സ്ത്രീകളുടെ കണക്കിൽ പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ പഞ്ചായത്തിലെ എല്ലാ സ്ത്രീകളെ അവർ പീഡിപ്പിച്ചിട്ടുണ്ടാവണം. പിന്നെ വെളിയിലിരിക്കണത് വേറെ. ഈ 3000 ക്ലിപ്സുകൾ ഇദ്ദേഹത്തിന് ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. ഈ അസിസ്റ്റന്റ് അടുത്ത് ഇയാൾ മോശമായിട്ട് പെരുമാറിയപ്പോൾ ഈ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ആള് അങ്ങോട്ട് പബ്ലിഷ് ചെയ്ത് വിട്ടു. അതിൽ ഇങ്ങനെ കുടുങ്ങി. ഈ കുടുങ്ങിയപ്പോൾ പിന്നെ അങ്ങോട്ട് കേസായി, കോർട്ടായി, എല്ലാം കൂടിയായി. ലാസ്റ്റ് ഒരു ഡിപ്ലോമാറ്റ് പാസ്പോർട്ട് എടുത്തിട്ട് മൂപ്പര് അങ്ങോട്ട് വേഗം രാജ്യം വിട്ടു. പക്ഷെ 2024 MP സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ പൊട്ടിയപ്പോൾ എന്താ? അധികാരവും ഇല്ല. അപ്പോൾ സർക്കാർ മാറി വന്നു. പോലീസുകാരൻ നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ചു. അന്വേഷണത്തിൽ ആത്മാർത്ഥത കാണിച്ചു. ആളെ അറസ്റ്റ് ചെയ്തു. വെറും 14 മാസം കൊണ്ട് വിചാരണ നടന്നു. അയാൾക്ക് ഒരു കേസിൽ ജീവപര്യന്തം ശിക്ഷയും കിട്ടി. 4 കേസാണ് ഇപ്പോൾ ഇയാൾക്കെതിരെയുള്ളത്. അതിൽ ഒരു കേസിന്റെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ വന്നത്. ഇനി ബാക്കി 3 കേസിന്റെ ശിക്ഷാവിധി വരുമ്പോഴേക്കും എല്ലാത്തിലും ജീവപര്യന്തം കിട്ടുമ്പോഴേക്കും എന്തായാലും ആൾക്കൊരു 50 വർഷം ജയിലിൽ കിടക്കാനുള്ളത് ഇപ്പൊ തന്നെ ആൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കൂ, പണമുണ്ട്, അധികാരം ജന്മസിദ്ധമാണ്, എല്ലാം ഉണ്ട്, എല്ലാം എൻ്റെ കാഴ്കീഴിലാണെന്ന് വിചാരിച്ചവര് ഓട്ടോമാറ്റിക്കലി തൻ്റെ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയാണ്. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ, നമുക്കൊരു ഡിസിപ്ലിൻ ജീവിതത്തിൽ വരുത്തുകയാണെങ്കിൽ ഇങ്ങനെ കാലാകാലങ്ങളിൽ ജയിലിൽ കിടക്കേണ്ടി വരില്ല. പട്ടുമെത്തയിൽ വളർന്നിട്ട് ഇനി ജയിലിൽ പായയും വിരിച്ച് ജയിലിൽ ഭക്ഷണവും കഴിച്ച് മറ്റുള്ളവരുടെ അടിയും കൊണ്ട് ആൾക്ക് കിടക്കാം. എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ജാമ്യം അങ്ങനെ കിട്ടില്ല. പക്ഷെ പരോളിൽ അയാൾ വരുമായിരിക്കും. പക്ഷെ വീണ്ടും ജയിലിൽ പോകണം. ഇയാൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമില്ല. കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ യുദ്ധം ചെയ്തതും മറ്റുള്ളവരെ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചതും എല്ലാം പണത്തിന് വേണ്ടിയിട്ടും പെണ്ണിന് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടും മാത്രമാണ്.
ഇവിടെ അത് പെണ്ണിന് വേണ്ടിയിട്ടായി പോയി. അതുകൊണ്ട് ഒന്ന് ഓർക്കുക, നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഉണ്ടെങ്കിൽ അത് ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കാൻ എപ്പോഴും ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ മരണം എരന്ന് വാങ്ങും.